നെസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ വീഡിയോ സോങ് ഇന്ന് റിലീസ് ചെയ്യും. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് സിനിമയുടെ വീഡിയോ സോങ് പുറത്തു വരുന്നത്. വാഴ 2 സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ 41,35,00,000 സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടിക്ക് മുകളിലും ആയിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഓരോ ദിവസവും സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിലും കേരളത്തിൽ നിന്നും 7 കോടിക്ക് മുകളിലുമാണ് ഓരോ ദിവസവും കളക്ഷൻ വരുന്നത്. ഈ ഒരു രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും സിനിമ 200 കോടി ക്ലബിലേക്കും ഇടം നേടും. ആര്യ നായകനാവുന്ന മിസ്റ്റർ എക്സ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഏപ്രിൽ 17-നാണ് സിനിമയുടെ റിലീസ്. മഞ്ജു വാര്യരും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് ചിത്രം. ജനനായകൻ സിനിമയുടെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ മൂവി തന്നെ ലീക്കായ ഒരവസ്ഥയിലാണ്. എക്സിലൊക്കെ ജനനായകൻ സിനിമയുടെ പല പ്രധാനപ്പെട്ട സീനുകളും ലീക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ കെവിൻ പ്രൊഡക്ഷൻസ് ഇതിനെതിരായിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇനി സിനിമ OTT റിലീസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത്തരത്തിൽ സിനിമയുടെ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലീക്കായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിനിമയുടെ ലീക്കായ HD പ്രിൻ്റ് കണ്ട് പല ആളുകളും എക്സിലൊക്കെ റിവ്യൂ വരെ ഇട്ടിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ അടുത്ത പടം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിച്ച് മാർക്കോ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് വരുന്നത്. അതുപോലെ ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ഏപ്രിൽ 20-ന് നടക്കും.